ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് നെക്സ്റ്റ് 7 ഡേയ്സിൻ്റെ റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീക്ക് വന്നിട്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വീക്കാണ്. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു വീക്കിൽ 18th വന്നിട്ട് ഫുൾ മൂൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൂണാർ എക്ലിപ്സും വരുന്നുണ്ട്. അപ്പോൾ എക്ലിപ്സ് സീസൺ സ്റ്റാർട്ട് ആവുകയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് മന്തിലും എനിക്ക് തോന്നുന്നു ഒക്ടോബർ 2 കൂടി സോളാർ എക്ലിപ്സും ഉണ്ടാകുന്നതാണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ടൈമിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്തെല്ലാം ലെറ്റ് ഗോ ചെയ്യണം. അപ്പോൾ ചേഞ്ചസിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പായൽ സെലക്ഷൻ നടത്താം. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് ഈ ഒരു വീക്കിലെ മെയിൻ തീം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ മെയിൻ തീം എന്താണ്? താങ്ക് യു. മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. കുറച്ച് പേർക്ക് ഇത് ട്രാവൽ ആയിരിക്കാം. കുറച്ച് പേർക്ക് മാറ്റമായിരിക്കാം, ചേഞ്ച് ആയിരിക്കാം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് സ്റ്റക്കായിട്ടിരുന്ന ഒരു സിറ്റുവേഷൻ ഒരു ഫ്ലോയിലോട്ട് വരുന്ന ഒരു എനർജി. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തീമായിരിക്കാം കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൽ വരുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലെ എന്തെങ്കിലുമൊക്കെ പാഷൻ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, എന്തെങ്കിലും നേടണം, ആ ഒരു ഹങ്കർ, ആ ഒരു എനർജി വന്നിട്ട് നിങ്ങളെ ഫോർവേഡ് ഒരു മുന്നോട്ട് നയിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗോൾസ് ഉണ്ടാകാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തീമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ സ്പേസ്, നിങ്ങളുടെ സ്ഥലം ഷിഫ്റ്റ് ആകുന്നതായിരിക്കാം, നിങ്ങളുടെ കരിയറിലൊരു മാറ്റമായിരിക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജി ആയിരിക്കാം. കുറച്ച് പേരെ മാറാനായിട്ട്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ഒരു പ്രേരണ വരുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഇവിടെ ഹാർട്ട് ചക്രയാണ്, ഗ്രീൻ കളറാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് പാസ്റ്റിൽ നിന്നിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു തീമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. താങ്ക് യു. പായൽ നമ്പർ 1, ദ ഫൂളിൻ്റെ എനർജിയാണ്. ലവ് റിലേഷൻഷിപ്പിൽ ഇവിടെ ഒത്തിരി കോൺഫിഡൻസ് വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ പുതിയ പാറ്റേൺസ്, പുതിയ കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. വർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ കെയർഫുൾ ആകുക. ഒത്തിരി കോമ്പറ്റീഷൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് നിങ്ങളുടെ ഹാർട്ട് സ്പേസ് കുറച്ചൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഈ ഒരു വീക്ക് നിങ്ങളോട് ശ്രമിക്കാനായിട്ട് പറയുന്നുണ്ട്. അൺനെസസറി ആയിട്ടുള്ള കോമ്പറ്റീഷൻ, ആർഗ്യുമെൻറ്റ്സ്, അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ദ എംപ്രസിൻ്റെ എനർജിയാണ്. ഹെൽത്തിൽ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു വീക്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് പ്രഗ്നൻസിയുടെ എനർജി ആയിരിക്കാം. കുറച്ച് പേര് പ്രഗ്നൻസി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. ഇവിടെ ഫുൾ മൂണിൻ്റെ എനർജിയും വരുന്നുണ്ട്. ഈ ഒരു വീക്കിൽ ഫുൾ മൂൺ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻസ്, പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. മദർ ചൈൽഡ് റിലേഷൻഷിപ്പിലും ഒത്തിരി ഹീലിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഷോൾഡറിൽ എന്തെങ്കിലുമൊക്കെ പെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ബോഡി പെയിൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒത്തിരി ഹീലിംഗ് എനർജി വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജി. ഒത്തിരി
കാര്യങ്ങൾ നിങ്ങൾ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു വീക്ക് വന്നിട്ട്. മെയിനായിട്ട് നിങ്ങളുടെ ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. എങ്ങനെ ഫിനാൻസ്, മണി, ആ ഒരു കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം, കുറച്ചും കൂടെ ആലോചിച്ച് നിങ്ങളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് കുറച്ച് പേര് ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ബോൾഡായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ ഫിനാൻസിൽ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, ഒത്തിരി ബോൾഡ്നെസ്സിൻ്റെ എനർജി കാണുന്നുണ്ട് ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ. കുറച്ച് പേര് വോക്കലാകുന്നതാണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ തുറന്ന് പറയാനായിട്ട്, എന്തെങ്കിലുമൊക്കെ ലഭിക്കാനായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് നൽകാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം ഫിനാൻഷ്യലി വന്നിട്ട്. താങ്ക് യു. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി. ഇവിടെയും ഒത്തിരി ഹാർട്ട് ചക്രയുടെ എനർജി കാണുന്നുണ്ട്. ഒത്തിരി സ്പിരിച്വൽ ഹീലിംഗ് നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും റിലേഷൻഷിപ്പ്, ലവ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ. കുറച്ച് പേർക്ക് ഇത് ഫിനാൻഷ്യലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലും ആകാം. ഓക്കെ, അവിടെ ഒത്തിരി സ്പിരിച്വൽ ചേഞ്ചസ്, സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കുറേ കണക്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് കുട്ടികളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കാണാനായിട്ട് അവർ കുറച്ചും കൂടെ സ്പിരിച്വലായിട്ട് മാറുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ടു ഓഫ് സോഡ്സിൻ്റെ എനർജി. നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി എനർജീസ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻ്റ്ലി നിങ്ങളുടെ കാതുകളിൽ ഒരേ കാര്യങ്ങൾ തന്നെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ അത് കേട്ട് ഡെസ്പായിട്ടുണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് പാസ്റ്റിലെ എനർജീസ് ആയിരിക്കാം. ഒത്തിരി നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് എന്താണ് ഡിസിഷൻസ് എടുക്കേണ്ടത്, എങ്ങനെ ബാലൻസ് കൊണ്ടുവരണം, അതിലൊരു കൺഫ്യൂഷനിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീക്കിൽ വന്നിട്ട് കുറച്ചും കൂടെ നിങ്ങൾ ആ ഒരു പാറ്റേണിൽ കുറച്ചൊരു ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, ഒത്തിരി ഗ്രിപ്പ്, എന്താ പറയുക, ഒത്തിരി മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ ലൂസൺ അപ്പ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ അയവ് വരുത്തുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വന്നിട്ട്. ഓക്കെ, പാസ്റ്റിൽ ഒത്തിരി ഡിസ്റ്റർബൻസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? ഓക്കെ, പാസ്റ്റിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാകത്തില്ല. നമുക്ക് ആ ഒരു സമയത്ത് എന്താണോ തോന്നുന്നത് ആ ഒരു രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കാരണം അത് മെയിനായിട്ട് നമ്മളുടെ ഉള്ളിലെ ഫിയറാണ്, പേടിയാണ്. നമുക്കറിയില്ല എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേര് ആ ഒരു ഏരിയയിൽ, ആ ഒരു നിങ്ങളുടെ ക്യാരക്ടറിൽ, പേഴ്സണാലിറ്റിയിൽ കുറച്ചൊരു ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത്, ഓക്കെ, ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ മനസ്സെന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മൂവ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഡിസിഷൻസ് എടുക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫുൾ മൂൺ വരുന്നുണ്ട്. 17th 18th പല സ്ഥലത്ത് പല ടൈമാണ്. അപ്പോൾ 18th ആണ് മെയിനായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഏത് എനർജിയിലിരിക്കണം നോക്കാം. പൈൽ നമ്പർ 1, ഏത് എനർജിയിലിരിക്കണം ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ വന്നിട്ട്? ഡാർക്ക് മൂൺ, ദ പാസ്റ്റ്. ഇവിടെ നിങ്ങളോട് പറയുന്നത് പാസ്റ്റ്, ഓക്കെ, പഴയ കാര്യങ്ങൾ അത് കുറച്ചും കൂടെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് പകരം ന്യൂ എനർജീസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ മെൻ്റലി, ഇമോഷണലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. പാസ്റ്റിലെ കാര്യങ്ങൾ വരുന്നുണ്ട്, പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതെന്താണ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, പുറത്തോട്ട് കളയാനായിട്ട് അത് എന്താണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് നിങ്ങൾ എന്താ പറയുക, യോജിച്ച് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനെ നിങ്ങൾ ഒത്തിരി അടിച്ചമർത്താതിരിക്കുക, സപ്രസ് ചെയ്യാതിരിക്കുക. പാസ്റ്റിലെ പല എനർജീസും പൊങ്ങി വരുന്ന സമയത്ത് അതിനെ അക്നോളജ് ചെയ്യുക. ഓക്കെ, അതിനോട് നിങ്ങൾ എന്താ പറയുക, ഓക്കെ, എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഞാനത് അക്നോളജ് ചെയ്യുന്നു, എൻ്റെ ചില കാര്യങ്ങളിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഓക്കെ, അതെല്ലാം മനസ്സിലാക്കിയിട്ട് കുറച്ചൊന്ന് ആ ഒരു എനർജീസ് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് മറ്റുള്ളവരുടെ എന്തെങ്കിലും തെറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ കുറച്ചൊരു ഫോർഗീവ്നെസ്, ലെറ്റ് ഗോയുടെ എനർജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പാസ്റ്റിൽ വർക്ക് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ പറയുന്നത്.
പാസ്റ്റ് ലെറ്റ് ഗോ ചെയ്യുക. പാസ്റ്റിലെ നല്ല മെമ്മറീസ് നിങ്ങൾ കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ ന്യൂ ഫേസിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ലൂണാർ എക്ലിപ്സ് വരുന്നുണ്ട്. ഓക്കെ, 17th 18th ആ ഒരു സമയത്താണ് ലൂണാർ എക്ലിപ്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എന്ത് പോസിറ്റീവായിട്ടുള്ള സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, എന്ത് എവല്യൂഷൻ, എന്ത് പോസിറ്റീവായിട്ടുള്ള ബ്ലെസ്സിങ്സ് ആണ് പൈൽ നമ്പർ 1 ലൈഫിൽ ഈ ഒരു എക്ലിപ്സിൻ്റെ എനർജി കൊണ്ടുവരുന്നത്. ഇവിടെ മൂൺ ഡാൻസ് ആണ് വന്നേക്കുന്നത്, സെലിബ്രേഷൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലുള്ള ഹാർമണിയാണ്, സമാധാനമാണ്. ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പാസ്റ്റിലെ പല എനർജീസും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു എനർജി സഹായിക്കുന്നുണ്ടാകാം. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഒത്തിരി റിലീസിങ് സംഭവിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഒത്തിരി പാസ്റ്റിലെ പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് പോകുന്നതാണ്. നിങ്ങൾ കുറച്ചും കൂടെ ബോൾഡായിട്ട് വരുന്ന ഒരു സമയമായിട്ടും എനിക്ക് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങളുടെ പാഷനായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാകാം, മ്യൂസിക്കായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാകാം, നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര കുറച്ചും കൂടെ ആക്ടിവേറ്റ് ആകുന്നുണ്ടാകാം, അവിടെ ഒത്തിരി ഹീലിംഗ് സംഭവിക്കുന്നുണ്ടാകാം. ഫാദറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, മാസ്കുലിൻ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വൂൺസ്, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊത്തിരി ഹീലിംഗ് സംഭവിക്കുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് റിയൂണിയൻ്റെ എനർജിയും എനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. പാർട്ട്ണർഷിപ്പിൽ കുറച്ച് പേർക്ക് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. ഓവറോൾ ഒരു യൂണിയൻ്റെ എനർജി, സ്നേഹത്തിൻ്റെ എനർജി, എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. ഓക്കെ, ഫൈനലായിട്ട് ഈ ഒരു വീക്കിലെ മെയിൻ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൈൽ നമ്പർ 1 ലൈഫിലെ മെയിൻ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? ഹെർമിറ്റിൻ്റെ എനർജി, ഇൻട്രോസ്പെക്ഷൻ, സെൽഫ് ഡിസ്കവറി, മെൻറ്റർഷിപ്പ്. കുറച്ച് പേർക്ക് ഗുരുവിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്പർ 9 സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 9 വന്നിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സൈക്കിൾ ഇവിടെ എൻഡിങ്ങിലോട്ട് വരുന്നുണ്ടാകാം. നിങ്ങൾ കുറേ നാളായിട്ടൊരു എലോൺനെസ്സിൻ്റെ എനർജി, ഒറ്റപ്പെട്ട എനർജിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫേസ് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളെ ഡിസ്കവർ ചെയ്യാനായിട്ട്, നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സമയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, അതെല്ലാം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈറ്റ് ഷെയർ ചെയ്യാനായിട്ട്, സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. 4 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്, പ്രോസ്പെറിറ്റി, കണ്ടന്റ്മെൻറ്റ്, സെലിബ്രേഷൻ. എഗെയിൻ സെലിബ്രേഷൻ്റെ എനർജി റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്പർ 4 വന്നിട്ടുണ്ട്, ബാലൻസ് കാണുന്നുണ്ട്. ഒത്തിരി അബണ്ടൻസ്, പ്രോസ്പെറിറ്റി, സമ്പൽ സമൃദ്ധിയുടെ എനർജി. കണ്ടന്റ്മെൻറ്റ് വന്നിട്ട് ഒരു ആത്മസംതൃപ്തിയാണ്. താൻ ചെയ്യുന്ന കാര്യങ്ങളിലൊരു എന്താ പറയുക, ഒരു കണ്ടന്റ്മെൻറ്റ്, ഒരു തൃപ്തി, തനിക്ക് ലഭിച്ച കാര്യങ്ങളിലൊരു സംതൃപ്തി. ഓക്കെ, ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിൽ വന്നിട്ട് 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, പാർട്ട്ണർഷിപ്പ്, കമ്മിറ്റ്മെൻറ്റ്, റീകൺസിലിയേഷൻ്റെ എനർജി. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഒത്തിരി റിലേഷൻഷിപ്പിൽ ഹീലിംഗ് വരുന്നതാണ്, റീകൺസിലിയേഷൻ, ഒത്തുചേരാനായിട്ടുള്ള റീയൂണിയൻ്റെ എനർജി, പോസിറ്റീവ് പാർട്ട്ണർഷിപ്പ്, ഹെൽത്തി. ഇത് വന്നിട്ട് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയും ആകാം, നിങ്ങളുടെ കുട്ടികളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആകാം, ഫാമിലി ആയിട്ടുള്ള ഓവറോൾ ആ ഒരു റിലേഷൻഷിപ്പ് ബോണ്ടിങ്ങിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ആയിരിക്കാം. സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം. ഓവറോൾ ഇമോഷണലി ഒത്തിരി ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ഈ ഒരു വീക്കിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു വ്യക്തിയിൽ നിന്നിട്ടൊരു സഹകരണ മനോഭാവം, തനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം, ഒരു ഉറപ്പ് വേണം, തൻ്റെ കൂടെ നിൽക്കുമ്പോൾ, അങ്ങനത്തെയൊക്കെ എനർജി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഒത്തിരി സ്നേഹത്തിൻ്റെ എനർജിയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള എന്തെങ്കിലും സൈക്കിൾ എൻഡ് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും ആകാം. കുറച്ച് പേർക്ക് ഇത് ന്യൂ എനർജി ആയിരിക്കാം, പുതിയ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. മാരേജിൻ്റെ എനർജി കാണുന്നുണ്ട് കുറച്ച് പേർക്ക് വന്നിട്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 7 ഡേയ്സിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് ഈ ഒരു വീക്കിലെ മെയിൻ തീം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കുള്ള പൈൽ നമ്പർ 2യുടെ മെയിൻ തീം എന്താണ്? താങ്ക് യു. ഫ്രസ്ട്രേഷൻ്റെ എനർജിയാണ്. ബാക്കിൽ വന്നിട്ട് ഗോസ്റ്റും കാണുന്നുണ്ട്.
കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തുക, നിങ്ങളെ ഗോസ്റ്റ് ചെയ്യുക, നിങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതിരിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഫ്രസ്ട്രേഷൻസ് ക്രിയേറ്റ് ആക്കുന്നുണ്ടാകാം, മാനസികമായിട്ടുള്ള ഒത്തിരി സംഘർഷങ്ങൾ ക്രിയേറ്റ് ആക്കുന്നുണ്ടാകാം. അപ്പോൾ ആ എനർജിയിൽ നിന്നിട്ട് എങ്ങനെ പുറത്ത് കടക്കണം? ഓക്കെ, ആ ഒരു ബോക്സ്ഡ് ആയിട്ടുള്ള എനർജിയിൽ നിന്നിട്ട് എങ്ങനെ എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് വരണം? ആ ഒരു തീമായിട്ടാണ് കുറച്ച് പേർക്ക് ഈ ഒരു വീക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻ, എന്തെങ്കിലുമൊക്കെ പ്രഷറിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂ ഐഡിയ വരുന്നുണ്ടാകാം. പുതിയ എനർജീസ് ആയിട്ട്, പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ് ആയിട്ട് കുറച്ച് പേര് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. മെയിനായിട്ട് അപ്പോൾ ഈ ഒരു വീക്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഹാബിറ്റ്സ്, പേഴ്സണാലിറ്റിയിൽ എങ്ങനെ ബാലൻസ് കൊണ്ടുവരണം, ആ ഒരു തീമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുക. താങ്ക് യു. ഓക്കെ, ഇവിടെ 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു പീസ്ഫുൾ മൂവ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഒരു ടഫ് സൈക്കിളാണെങ്കിൽ പോലും അവിടെ നിന്ന് പീസ്ഫുള്ളി സമാധാനമായിട്ടുള്ള ഒരു എനർജിയിലോട്ട് ഡിവൈൻ നിങ്ങളെ കൊണ്ടുപോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ ഒത്തിരി യാത്രകൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർക്കൊപ്പം ഒത്തിരി ട്രാവൽ പ്ലാൻസ് നിങ്ങൾ ഈ ഒരു വീക്കിലിടുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് നടത്തുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ട്രാവലിന് വേണ്ടിയിട്ട്. താങ്ക് യു. 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഹാപ്പി എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫാമിലി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒത്തിരി സ്റ്റേബിളായിട്ടുള്ള എനർജി, ഫിനാൻഷ്യലി ഒത്തിരി സ്റ്റേബിളായിട്ടുള്ള എനർജിയിലിരിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഒത്തിരി പേരുടെ ഫാമിലിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി സ്നേഹം, ഒത്തിരി ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയും കാണുന്നുണ്ട് കുറച്ച് പേർക്ക് ഈ ഒരു വീക്കിൽ വന്നിട്ട്. എല്ലാവരും ഒത്തുചേർന്ന് കൊളാബറേഷൻ്റെ എനർജി കാണുന്നുണ്ട്. ഒത്തിരി സേഫായിട്ട്, സെക്യൂറായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. താങ്ക് യു. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി. ഇവിടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ എടുക്കുന്ന പല ഡിസിഷൻസ് ആയിരിക്കാം, നമ്മളെക്കുറിച്ചിട്ട് തന്നെയുള്ള ജഡ്ജ്മെൻ്റൽ എനർജി ആയിരിക്കാം, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക. എഗെയിൻ ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ മെൻ്റലി അപ്സെറ്റ് ആക്കുന്നുണ്ടാകാം, നിങ്ങളുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. ആ ഒരു ജഡ്ജ്മെൻറ്റ് എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയം വന്നിട്ട്. കുറേ കൂടെ യൂണിവേഴ്സൽ എനർജി, സ്പിരിച്വൽ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഇൻറ്റ്യൂറ്റീവ്ലി ഒത്തിരി ഗൈഡ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ബോഡി മെസ്സേജസ് നൽകുന്നുണ്ടാകാം, അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. ഇവിടെ വേൾഡിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. അതുവഴി എന്തെങ്കിലുമൊക്കെ റെക്കഗ്നിഷൻ, എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റ് കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇൻ്റർനാഷണലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, ഫിനാൻഷ്യൽ ഡീലിങ്സ് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഒത്തിരി സെലിബ്രേഷൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒത്തിരി ആഘോഷിക്കാനായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. സോറി, ഇടയ്ക്ക് വെച്ചിട്ട് ബാറ്ററി ഓഫായി പോയി, കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു. പാൽ നമ്പർ 2യുടെ എനർജി എന്താണ് ഈ ഒരു വീക്കിൽ? താങ്ക് യു. താങ്ക് യു. 8 ഓഫ് വോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ ഒത്തിരി സ്പിരിച്വൽ എനർജി, യൂണിവേഴ്സിൻ്റെ എനർജി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വീക്കിൽ വന്നിട്ട്. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് ഈ ഒരു ഫ്രസ്ട്രേഷൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്തിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ ഫെയ്ത്ത് ഒത്തിരി ടെസ്റ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്, ആ ഒരു എനർജിയിൽ ഒത്തിരി ടെസ്റ്റിംഗ് ഫേസിൽ കൂടെ കുറച്ച് പേര് കടന്നു പോകുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക്
സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു വീക്കിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ കുറച്ചൊന്ന് റൂട്ട് ചക്ര ബാലൻസ് ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീക്കിൽ വന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. താങ്ക് യു. ഫയൽ നമ്പർ 2. സെവൻ ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വീക്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റിലൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഓടി ഒളിക്കുക, അതിൽ നിന്ന് പിന്മാറുക, എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആകാനായിട്ട്, ഉത്തരവാദിത്തം ഏറ്റെടുക്കാനൊക്കെ ആയിട്ട് കുറച്ചൊരു പേടി അല്ലെങ്കിൽ അങ്ങനത്തെ എനർജീസിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒത്തിരി ആ ഒരു പേഴ്സണാലിറ്റി, ആ ഒരു നിങ്ങളുടെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കുറച്ചും കൂടെ പേഷ്യൻസ്, കുറച്ചും കൂടെ സമാധാനപരമായിട്ട് എങ്ങനെ കാര്യങ്ങളെ ഡീൽ ചെയ്യാം, ആ ഒരു പ്രോസസ്സിൽ കൂടെ കുറച്ച് പേര് പോകുന്നുണ്ടാകാം. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. ഗ്രൂപ്പ് പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേഷ്യൻസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മറ്റുള്ളവരെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഇൻറ്റ്യൂട്ടീവ് ഗൈഡൻസ് ലഭിക്കുന്നുണ്ടാകാം. ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ വൈബ് എന്താണ്, എന്ത് എനർജി ആയിട്ടാണ് ആ ഒരു വ്യക്തി വരുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഹിഡൻ ആയിട്ട് ഒളിച്ചിരിക്കുന്നത്, അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിട്ട് ഈ ഒരു വീക്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് പേര് നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നുണ്ടാകാം, ആ ഒരു വ്യക്തിയോട് പെരുമാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. നെക്സ്റ്റ് നിങ്ങളുടെ ഫുൾ മൂൺ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജ് നോക്കാം. 17th 18th ആ ഒരു ടൈം പീരീഡിലാണ് ഫുൾ മൂൺ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് എനർജിയിൽ ഇരിക്കണം നോക്കാം. താങ്ക് യു. ഫയൽ നമ്പർ 2. എന്ത് എനർജിയിലാണ് ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ ഇരിക്കേണ്ടത്? ട്രൂത്ത്, സത്യം, നീതി. ഓക്കെ, ആ ഒരു എനർജിക്ക് നിങ്ങൾ പ്രയോറിറ്റി, മുൻഗണന കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെക്കുറിച്ചിട്ട് തന്നെയുള്ള സത്യങ്ങൾ പൊങ്ങി വരുന്നുണ്ട്, ട്രൂത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാറാനായിട്ട്, ആ പോസിറ്റീവ് മാറ്റങ്ങളോട് എസ് പറയാനായിട്ട് കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് മനസ്സ് തുറന്നിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ കുറച്ചും കൂടെ സെൽഫ് റെഗുലേറ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, നിങ്ങളുടെ എനർജീസ് ആയിക്കോട്ടെ, അതെല്ലാം കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു വീക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് തന്നെയാണ് ലൂണാർ എക്ലിപ്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് എന്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് കടന്നു വരുന്നതെന്ന് നോക്കാം. ഈ ഒരു ലൂണാർ എക്ലിപ്സ് നിങ്ങളുടെ ലൈഫിൽ എന്ത് എനർജിയാണ് കൊണ്ടുവരുന്നത്? ഇവിടെ വന്നിട്ട് മിസ്റ്ററിയുടെ എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ, ഒത്തിരി ഹിഡൻ ആയിട്ടുള്ള എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. യൂണിവേഴ്സ് അത്രത്തോളം നിങ്ങൾക്കത് തുറന്നു കാട്ടാനായിട്ട് എനിക്ക് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, മിസ്റ്ററി, ഒത്തിരി കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിലെ ഫിയേഴ്സ് ആയിരിക്കാം, പേടിയായിരിക്കാം, നിങ്ങൾ മിസ്റ്ററി ആയിട്ട് ഒളിച്ചു വച്ചേക്കുന്ന പല കാര്യങ്ങളുമായിരിക്കാം. ഓക്കെ, അപ്പോൾ അതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് നിങ്ങളെ മോൾഡ് ചെയ്യുന്നതായിട്ട്, നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരുടെ ഷാഡോ വർക്കും ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങളുടെ ഷാഡോ സൈഡ്, നിങ്ങളധികം മനസ്സിലാക്കാതെ ഇരിക്കുന്ന ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കുറച്ചും കൂടെ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്ന ഒരു സമയവും ആകാം. ഇത് ചിലപ്പോൾ സിറ്റുവേഷൻ്റെ ആകാം, ഒരു വ്യക്തിയുടെ ഒരു എനർജിയും ആകാം. ഓക്കെ, ഫൈനലായിട്ട് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. ഈ ഒരു വീക്കിൽ വന്നിട്ട് പായൽ നമ്പർ 2യുടെ ബ്ലെസ്സിങ്സ് എന്താണ്? താങ്ക് യു. എംബ്രസിൻ്റെ എനർജി, ക്രിയേഷൻ, അബണ്ടൻസ്, ആക്ഷൻ്റെ എനർജി വന്നിട്ടുണ്ട്. ക്രിയേറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഒത്തിരി അബണ്ടൻസ്, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി സമ്പൽ സമൃദ്ധിയുടെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. മദർ ചൈൽഡ് റിലേഷൻഷിപ്പിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കാണുന്നുണ്ട്. ഫെർട്ടിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ ഹീലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേരെന്തെങ്കിലുമൊക്കെ
പോസിറ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ലൈഫിൽ. കുറച്ച് പേർക്ക് നിങ്ങളുടെ കുട്ടികളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ടാകാം ഈ ഒരു വീക്കിൽ വന്നിട്ട്. ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫെമിനിൻ എനർജിയും ഉണ്ട്. ചിലപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകാം. ലവേഴ്സിൻ്റെ എനർജി, റിലേഷൻഷിപ്പ്, ഇമോഷൻസ്, ചോയ്സസ്. ലവ് റിലേഷൻഷിപ്പിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ഹീലിംഗ് ആയിരിക്കാം, കുറച്ച് പേർക്ക് തുറന്ന ആ ഒരു ഓപ്പൺ ഹേർട്ടഡ് ആയിട്ടുള്ള ആ ഒരു എനർജി ആയിരിക്കാം, തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റ്യൂറ്റീവ് ഗൈഡൻസ് ഒത്തിരി ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലവ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്, ഹാർമണി, ബാലൻസ് കാണുന്നുണ്ട്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണ് പായൽ നമ്പർ 2യുടെ ലൈഫിൽ? സ്ട്രെങ്ത്, കറേജ്, കമ്പാഷൻ, പെർസീവറൻസിൻ്റെ എനർജി. ഓക്കെ, ഒത്തിരി ചാലഞ്ചസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. ഒത്തിരി സിറ്റുവേഷൻസ് നിങ്ങളെ ഒത്തിരി സ്ട്രെസ്ഫുൾ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കൊണ്ടിട്ട്, നിങ്ങളുടെ ആ ഒരു ധൈര്യം കൊണ്ടിട്ട് നിങ്ങളതെല്ലാം നേടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി കമ്പാഷൻ്റെ എനർജി, ഒത്തിരി നിങ്ങളോടും മറ്റുള്ളവരോടും ഒരു സ്നേഹം, അനുകമ്പ, ആ ഒരു എനർജി എല്ലാം നിങ്ങൾ കാണിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളോട് ആ ഒരു എനർജി മറ്റുള്ളവർ കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരുടെ സോളാർ പ്ലെക്സസ് ചക്രയിൽ ഒരു ബാലൻസിൻ്റെ എനർജിയും ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.